കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇപ്പോഴിതാ ഇസ്രായേൽ പ്രതികാരാക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ മാസം 13-ന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി വിമാനത്താവളങ്ങളിലുൾപ്പെടെ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ഷഹീദ് സലാമി എയർബേസിലായിരുന്നു ആക്രമണം. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിന് സമീപമായി നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമമായ ഫാഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ട് മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ശക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ 85-ാം ജന്മദിനത്തിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടിയെന്നത് ശ്രദ്ധേയമാണ്. സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ സുരക്ഷിതമാണെന്ന് ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഇറാൻ നഗരങ്ങളായ ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യോമഗതാഗതം ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചു. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം രാവിലെ 10:30 വരെ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി ഇൻഫർമേഷൻ ഡെസ്ക് അറിയിച്ചു. ടെഹ്റാനിലെ ഇമാം ഖമനൈ രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടു. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതിനിടെ ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ US സൈന്യം പങ്കാളികളല്ലെന്ന് വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്തുന്ന കാര്യം ഇസ്രായേൽ US-നെ അറിയിച്ചിരുന്നതായാണ് വിവരം. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ വാർത്തയോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചില്ല. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. ആണവ കേന്ദ്രമായിരുന്നില്ല ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുണ്ട്. ഈ മാസം 1-ന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിനു തിരിച്ചടിയായി ശനിയാഴ്ച 300ഓളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്.